ഞാൻ എൻ്റെ അമ്മ മരിച്ചത് 2019 6 മാസം കഴിഞ്ഞപ്പം ഞാൻ ലോട്ടറി കച്ചവടം കൊണ്ട് ഇറങ്ങി. അപ്പം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നെങ്കിൽ എൻ്റെ മനസ്സ് മഴച്ചിരുന്നെങ്കിൽ എനിക്കൊന്നും ആകാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് വളരെ സന്തോഷമുള്ള ഇതാണ്. സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ആൾക്കാരുടെ മുമ്പിൽ ഒരു വില ഉണ്ടാവും. വീട്ടിൽ ആരുടെയും കൂടി ഇരുന്നെങ്കിൽ എന്നെ ആരും അറിയത്ത് പോലുമില്ല. അതുകൊണ്ട് എന്നെപ്പോലുള്ളവരോട് നമുക്ക് പറ്റുന്ന ഒരു തൊഴിൽ കൊണ്ട് ആത്മവിശ്വാസമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വീട് കോട്ടയം ജില്ലയിലെ കങ്ങഴ പത്തനാടാണ്. ഞാൻ ഡെയിലി ലോട്ടറി വിറ്റാണ് ഉപജീവനമാർഗം കഴിയുന്നത്. പത്തനാട് നിന്ന് രാവിലെ 6:10 ആകുമ്പം ബസ് കയറി വരും. തിരിച്ച് 1:30 ആകുമ്പോൾ പോകും. എൻ്റെ ഹോബി എന്ന് പറയുന്നത് സിനിമ കാണുകയാണ്. എനിക്ക് സിനിമ എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള വിനോദ ഉപാധിയാണ്. ഈയിടെ ഇറങ്ങിയ തുടരും ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ പോയി കണ്ടു. അതിൽ ലാലേട്ടൻ്റെ അഭിനയം ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ അസുഖം ജന്മനാ ഉള്ളതാണ്. എൻ്റെ ജനിച്ചപ്പോഴേ ഒരു കോട്ടെന്ന് പറഞ്ഞ അസുഖം വന്നതാണ്. അപ്പോൾ എൻ്റെ കാലിങ്ങനെ ആയി. എൻ്റെ അമ്മ മരിച്ചത് 2019 6 മാസം കഴിഞ്ഞപ്പം ഞാൻ ലോട്ടറി കച്ചവടം കൊണ്ട് ഇറങ്ങി. അപ്പം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നെങ്കിൽ എൻ്റെ മനസ്സ് മഴച്ചിരുന്നെങ്കിൽ എനിക്കൊന്നും ആകാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് വളരെ സന്തോഷമുള്ള ഇതാണ്. അതുകൊണ്ട് എന്നെപ്പോലുള്ളവരോട് നമുക്ക് പറ്റുന്ന ഒരു തൊഴിൽ കൊണ്ട് ആത്മവിശ്വാസമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു കൊച്ചു സ്വപ്നത്തെക്കുറിച്ച് ഞാൻ പറയാം. എനിക്ക് സ്വന്തമായിട്ടൊരു പെരയില്ല. അപ്പം ഇത് വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ടൊരു വീട് വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് എല്ലാവരും സഹായിക്കണം. അതാണ് എനിക്ക് ഏറ്റവും ഒരു വിഷമം. എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തത്. സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ഒരു ചെറിയ കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടൊക്കെ ജീവിക്കാമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും ഈ ലോട്ടറിയൊക്കെ എടുത്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്കിപ്പോൾ ഉള്ളൊരു വീട് എൻ്റെയും അനിയൻ്റെയും പേരിലാണ്. അത് എനിക്ക് സ്വന്തമായിട്ടൊരു പേരാണ് എനിക്ക് ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കച്ചവടത്തിന് ഇറങ്ങിയത്. അതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.